ഹായ്, ഞാൻ വൈകിയോ? ചേട്ടാ, ഒരു കോഫിയും കൂടെ. ഹായ്, പറ, എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ ദിവസമായല്ലോ തന്നെ കണ്ടിട്ട്. ഞങ്ങൾ ഇന്നലെയും കൂടെ കണ്ടല്ലേ ഉള്ളൂ. രാവിലെ കണ്ടായിരുന്നല്ലോ, മോർണിംഗിൽ ക്ലാസ്സിൽ കയറുന്നതിന് മുൻപ്. കോഫി ഷോപ്പിൽ വെച്ചിട്ട് ഞാൻ അന്നേരം നിന്നെ അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞല്ലോ. നീ പറഞ്ഞില്ലേടാ അവളുടെ അടുത്ത്? ഭയങ്കര മോശമാട്ടോ. അവളോട് എന്താ പറയാതിരുന്നത്? ഞാൻ അന്വേഷണം പറഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ ഇന്നലെ നൈറ്റും കുറേ സംസാരിച്ചായിരുന്നു. അപ്പോൾ രാത്രി വിളിച്ചപ്പോഴേ അപ്പോഴും ഞാൻ തൻ്റെ കാര്യം ചോദിച്ചായിരുന്നു. അങ്ങോട്ടും ഇവനൊന്നും പറഞ്ഞില്ലേ തൻ്റെ അടുത്ത്? എടാ മോശം, ഒരു കാര്യം പറഞ്ഞാൽ അപ്പം തന്നെ അന്വേഷണം പറയണം കേട്ടോ. ഇന്ന് രാവിലെയെങ്കിലും നിനക്ക് ഇവളോട് പറഞ്ഞോടെ? ആ, നീ ക്രീം ബണ്ണാണോ ഓർഡർ ചെയ്തത്? ഇവന് കട്ട്ലേറ്റ് ആണല്ലോ പണ്ട് തൊട്ടേ ഇഷ്ടം. നീ പറഞ്ഞിട്ടില്ലേടാ ഇവളുടെ അടുത്തൊന്നും? ആ, ഇവൻ്റെ ഇഷ്ടങ്ങൾ പോലും ഇതുവരെ അറിയത്തില്ലേ? ഭയങ്കര മോശമാട്ടോ. ഏ, അയ്യോ, ട്രിപ്പിന് രാഹുൽ ഉണ്ടാവില്ല കേട്ടോ. രാഹുൽ ഇവനും തമ്മിൽ പിണങ്ങിക്കുമല്ലേ അല്ലേടാ? നീ ഇവളോടൊന്നും പറഞ്ഞില്ലേ ഇതൊന്നും? എൻ്റെ പൊന്നു മോളെ, കഴിഞ്ഞ ആഴ്ച ഉണ്ടല്ലോ, ഒരു ദിവസം പാതിരാത്രി ഒരു 2 മണി ആവാറായപ്പോൾ വിളിച്ചിരിക്കുന്നു ഇവൻ. വിളിച്ചിട്ട് മോങ്ങുവാ കിടന്ന്. രാഹുലുമായിട്ട് പിണങ്ങി പ്രശ്നമായി. മറ്റേ കുറച്ച് സീരിയസ് കാര്യമാണ്. പക്ഷെ ഇവർ തമ്മിൽ പിണങ്ങി, ഇവർ ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി. ഞാൻ അപ്പോഴേ ഇവനോട് പറഞ്ഞതാണ് ഇതൊന്ന് സോൾവ് ആക്കുന്നത്. ഇത്ര നേരമായിട്ടും ഇവർ സോൾവ് ആക്കാനായിട്ടില്ല ഇതുവരെ. പിന്നെ ഞാൻ കുറേ നേരം കഷ്ടപ്പെട്ട ഇവനൊന്ന് എന്താ പറയുക, ഒന്ന് സോൾവ് ആക്കിയിട്ട്, എല്ലാം സോൾവ് ആക്കി ഞാനൊന്ന് കിടന്നുറങ്ങിയപ്പോൾ എത്ര നേരമായെന്നറിയോ? എത്ര നേരം ഒന്ന് വീഡിയോ കോൾ വിളിച്ച് ഈ ചെറുക്കൻ വെക്കണ്ടേ ഫോണൊന്ന്? മനുഷ്യൻ മടുത്താക്കണം. ഞാൻ ഇവനോട് പറഞ്ഞു, നീ അവളെ പോയി വിളി, എനിക്ക് ഉറങ്ങണം എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് പറയുകയും ചെയ്തു. ഇവൻ എന്ത് സാധനം, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പം എന്നെ വിളിച്ചോളും. അതെ, പിന്നെ ഇടാ, നീ കഴിഞ്ഞ ദിവസം മേടിച്ചെന്ന കമ്മല ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഇട്ടില്ലെന്ന് പരാതി പറയരുത്. എന്തെങ്കിലും ഒരു സാധനം മേടിച്ചെന്നിട്ട് അത് യൂസ് ചെയ്തില്ലെങ്കിൽ യൂസ് ചെയ്യാനൊന്ന് വൈകിയുണ്ടല്ലോ, പിന്നെ എനിക്ക് സമാധാനം തരത്തില്ലെന്നേ. കഴിഞ്ഞ ദിവസം ഇവ ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് പോയിട്ടില്ലായിരുന്നോ? അന്നേരം അവിടെ നിന്ന് കൊണ്ടുവന്നതാ. പറഞ്ഞ പോലെ രണ്ടുപേരുടെയും ലവ് ആനിവേഴ്സറി വരെയാണല്ലേ? ഫസ്റ്റ് ലവ് ആനിവേഴ്സറി ആണ്. എന്തായാലും എനിക്കും കൂടെ ചിലവ് വേണം കേട്ടോ, എന്താണെങ്കിലും. ട്രിപ്പ് പോകുന്നുണ്ടോ? എപ്പോൾ? ഊട്ടി ട്രിപ്പോ? എൻ്റെ മോളെ, കഴിഞ്ഞ ദിവസം ഇവൻ പറഞ്ഞ ഊട്ടി ട്രിപ്പ് അതാണോ ഉദ്ദേശിച്ചത്? എൻ്റെ മോളെ, കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, ഇവ എന്നോട് വിളിച്ചിട്ട് ഇതുപോലെ നമുക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞിട്ട് സംസാരിച്ച്. ഞാൻ നിങ്ങളുടെ ഈ കാര്യം ഓർക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ ഞാൻ ഓർത്തു, ഞങ്ങളൊരു 2 വർഷം മുൻപേ ഊട്ടിക്ക് ട്രിപ്പ് പോയായിരുന്നു. ഒരു 2 ഡേ ട്രിപ്പ്. ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ കൂടെ ഒരു 1-2 കപ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു കമ്പനി ആയിട്ട് ഞങ്ങളും പോയതാണ്. അന്നേരം ജസ്റ്റ് ഊട്ടിയുടെ ഒരു മെമ്മറീസൊക്കെ 2 വർഷം മുന്നേ പോയതല്ലേ. അപ്പോൾ ഇവൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കെന്നാൽ ഊട്ടിക്ക് പോവാം, അന്നത്തെ മെമ്മറീസും കൂടെ ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അത് നിങ്ങളുടെ ആനിവേഴ്സറി പ്രമാണിച്ച് പോകാൻ വേണ്ടി വെച്ച ട്രിപ്പാണോ? ഓക്കെ, എന്തായാലും നിങ്ങൾ പോയാൽ ഞാനും ഉണ്ട് കേട്ടോ. എന്നെ കൂടാതെ പോകണ്ട, ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ. ഊട്ടിയെങ്കിൽ ഊട്ടി. എന്തായാലും ഞാൻ വിചാരിച്ച നമ്മുടെ കുറച്ച് മെമ്മറീസൊക്കെ ഒന്ന് ഓർക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചേ. ഈ ട്രിപ്പാണെങ്കിലും ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ നമുക്കോട്ട് ചില്ല് ചെയ്യാം എന്തായാലും. അസൈൻമെൻറ്റ്, നീ അസൈൻമെൻറ്റ് എഴുതിയോ അവൻ്റെ? സാധാരണ ഞാനല്ലേ അവൻ്റെ അസൈൻമെൻറ്റ് എഴുതാറ്, അതുകൊണ്ട് ഞാൻ മൊത്തം എഴുതിയായിരുന്നു. നിൻ്റെ കംപ്ലീറ്റ് ആയില്ലെന്നല്ലേ പറഞ്ഞത്? ഒരു കാര്യം ചെയ്തോ, അസൈൻമെൻറ്റ് നീ കയ്യിൽ തന്നെ വെച്ചോ, കുഴപ്പമില്ല. ഞാൻ എന്തായാലും എഴുതിയത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കത് വെക്കാം കേട്ടോ, ഞാൻ തരാം. ഇന്ന് എവിടെ പോകുന്ന കാര്യം പറയുന്നത്? മൂവിക്കോ? എടാ പ്ലീസ് ഇന്ന് പോലെ. എടാ, ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് ലൈബ്രറി പോകണ്ടേ? അത് ഇന്നാ ബുക്ക് തിരിച്ചു വെച്ചില്ലെങ്കിൽ അവർ ഫൈൻ അടയ്ക്കും. എനിക്ക് പോകണം, പ്ലീസ് ഒന്നും വിചാരിക്കില്ലേടാ. ഇന്നൊരു ദിവസത്തേന് നിങ്ങളുടെ പ്ലാൻ ഒന്ന് മാറ്റി വെച്ചേക്ക്. ഇന്ന് എനിക്ക് ലൈബ്രറി പോകണം, നീ എൻ്റെ കൂടെ വരണം. നിനക്കറിയാലോ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാന്ന്. ഓക്കെ പ്ലീസ്, അതുകൊണ്ടാണേ, ഒന്നും വിചാരിക്കല്ലേ. പിന്നെ മൂവിക്ക് നിങ്ങൾ നാളെ പോക്കോ? ഓക്കെ. ഏത് മൂവി ആയിരുന്നു? അപ്പോൾ എടാ, 2 അല്ല 3 ടിക്കറ്റ് എടുക്കണേ, ഞാനും വരുന്നുണ്ട്. ഞാനും അത് കണ്ടിട്ടില്ല. ഓക്കെ. അവൾക്ക് സെപ്പറേറ്റ് സാധനം മേടിച്ച് കൈ വെച്ചിരിക്കുക അല്ലേ? ഹെഡ്സെറ്റോ? കൊള്ളാലോ, നോക്കട്ടെ. നല്ല ഹെഡ്സെറ്റ് ആണല്ലോ. OnePlusൻ്റെ ഹെഡ്സെറ്റ് അല്ലേ? കൊള്ളാലോ. എൻ്റെ ഹെഡ്സെറ്റ് പോയിരിക്കുമായിരുന്നേ. ഞാനും ഒരു ഹെഡ്സെറ്റ് നോക്കിയിരിക്കുമായിരുന്നു, ഇങ്ങനെ മേടിക്കണമെന്ന് ഇങ്ങനെ ഓർത്തിരിക്കുമായിരുന്നു. OnePlusൻ്റെ തന്നെ മേടിക്കാനാണ് നോക്കുന്നത്. ഇത് നല്ല രസമുണ്ട് അല്ലേ? മോൾക്ക് വേറെ ഹെഡ്സെറ്റ് ഉണ്ടല്ലോ. അല്ല, ഇത് നീ അവൾക്ക് മേടിച്ചതല്ലേ? ഇത് ഞാൻ എടുക്കണോ? കുഴപ്പമില്ലേ? എന്നിട്ട് കുഴപ്പമില്ല. എൻ്റെ ഹെഡ്സെറ്റ് വർക്ക് ചെയ്യുന്നില്ല, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? ഓക്കെ, എന്നാൽ ഞാൻ എടുക്കട്ടെ. മോൾക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ? മോൾക്ക് എന്താ കുഴപ്പം, കയ്യിൽ ഹെഡ്സെറ്റ് ഉണ്ടല്ലോ ഓൾറെഡി. അപ്പം ശരി, ഇത് ഞാൻ എടുക്കുവാണേ. PTA മീറ്റിംഗ് എന്നൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? മാറി നടക്കേണ്ടവർക്കൊക്കെ മാറി നടക്കാം കേട്ടോ, അച്ഛൻ വരുന്നുണ്ട്. അത് നിനക്കറിയത്തില്ല? അത് നീ പറഞ്ഞിട്ടില്ലേ ഇവളുടെ അടുത്ത്? എൻ്റെ മോളെ, ഒരു ദിവസം ഉണ്ടല്ലോ, ഒരു സൺഡേ ഞാൻ ഇവൻ്റെ കൂടെ ബൈക്കിൽ ഇങ്ങനെ ഞങ്ങളൊരു സ്ഥലത്ത് ഇങ്ങനെ പോയി വരുമായിരുന്നു. കറക്റ്റ് നമ്മുടെ മറ്റേ പാർക്കില്ലേ, അതിൻ്റെ ഫ്രണ്ടിലാണ് മറ്റേ കപ്പിൾസൊക്കെ എപ്പോഴും വരുന്ന പാർക്ക്, അതിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. എൻ്റെ മോളെ, ഞങ്ങൾ 2 പേരും കൂടെ പാർക്കിൻ്റെ ഫ്രണ്ടിൽ വെച്ച് എൻ്റെ ഒരു കസിൻ ചേട്ടൻ കണ്ടു.
പിന്നെ മതിയോ പുകില്, മതിയല്ലോ കാര്യങ്ങൾ. ഇതെൻ്റെ വീട്ടിലറിഞ്ഞു, എൻ്റെ അച്ഛനറിഞ്ഞു, അങ്ങനെ ഭയങ്കര സീനായി. ഇവനെ വിളിച്ച് ചീത്ത പറയലോ എന്തൊക്കെയോ സംഭവിച്ച്. ഇവനും തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കുന്നില്ല. ചേട്ടൻ പറയുന്നത് ഞങ്ങളെ പാർക്കിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ടു എന്നൊക്കെയാണ് ചേട്ടൻ പറയുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത് അല്ലേ. അങ്ങനെ എൻ്റെ അച്ഛന് ഭയങ്കര സംശയം. അതുകൊണ്ട് ഇവനെ വലിയ പിടുത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ PT മീറ്റിങ്ങിന് വരുന്നുണ്ട്. മോനൊരു കയ്യകലത്തിൽ മാറി നടന്ന കേട്ടോ. ഇവനൊന്നും പറഞ്ഞിട്ടില്ലല്ലേ, എന്താണ് നീ ഇതൊന്നും ഇവളുടെ അടുത്ത് പറയാത്തത്? ആക്ച്വലി ഉണ്ടല്ലോ, ഇവ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയും. ഞങ്ങളിങ്ങനെ എല്ലാം സംസാരിക്കും. ചിലപ്പോഴൊക്കെ ഇവൻ സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ ഓർക്കും, ഇവൻ എന്തിനാ ഇതെല്ലാം എന്നോട് പറയുന്നതെന്ന്. എനിക്ക് എല്ലാ കാര്യങ്ങളും, ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ പറയും. പിന്നെ എല്ലാവരുടെയും വിചാരം എന്താണെന്നറിയോ, നമ്മുടെ ക്ലാസ്സിലും ഇപ്പോൾ നിങ്ങൾ തമ്മിൽ റിലേഷനായപ്പോൾ പലരും അറിഞ്ഞത്. അതിന് മുൻപുണ്ടല്ലോ എല്ലാവരുടെയും വിചാരം ഞങ്ങൾ തമ്മിൽ റിലേഷനിലാണെന്നായിരുന്നു. ഞങ്ങൾ കമ്മിറ്റഡാണെന്ന് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ രാവിലെയൊക്കെ വന്ന് വരാന്തലൊക്കെ നിന്ന് സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ട് നമ്മൾ കപ്പിൾസാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. അല്ലേടാ, എത്ര പേരാണ് ചോദിച്ചിരിക്കുന്നതെന്ന് അറിയോ ഞങ്ങൾ റിലേഷനിലാണോ എന്നൊക്കെ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് വരെ എന്നോട് ചോദിച്ചിരിക്കുന്നു നിങ്ങൾ തമ്മിൽ റിലേഷനാണോ എന്നൊക്കെ. പിന്നെ നിങ്ങൾ തമ്മിൽ സെറ്റായപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് വിശ്വാസമായത് ഞങ്ങൾ തമ്മിൽ റിലേഷനല്ല എന്നുള്ളത്.